ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ MLA എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. റോഡുകൾ എന്നതിനുമപ്പുറം ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവിതരേഖകളെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പുതിയ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നത് പ്രധാന ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മലബാർ ജില്ലകളിലെ സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നോർത്ത് മുൻ MLA എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിറക്കി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുത്തതിനെ തുടർന്ന് ഒഴിവ് വന്ന സാഹചര്യത്തിലാണ് എ പ്രദീപ് കുമാറിനെ നിയമിച്ചത്. നിലവിൽ CPM സംസ്ഥാന സമിതി അംഗമാണ് മുൻ MLA കൂടിയായ എ പ്രദീപ് കുമാർ. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതിലൂടെ പ്രശസ്തനാണ് അദ്ദേഹം. SFI, DYFI എന്നീ സംഘടനകളുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. പ്രിസം പദ്ധതിയിലൂടെ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. സർക്കാരിന്റെ അവസാന വർഷമായതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജാഗ്രതയോടെ നയിക്കാൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ വരുന്നതാണ് നല്ലതെന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചാണ് എ പ്രദീപ് കുമാറിനെ നിയമിച്ചത്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പ്രദീപ് കുമാർ പ്രതികരിച്ചു. അത് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അത് തീരുമാനമായിട്ട് വന്നു. ആ ചുമതല നമ്മുടെ സാധ്യതക്കനുസരിച്ച് നന്നായി നിർവഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ. ഞങ്ങൾക്ക് പാർട്ടി നിശ്ചയിക്കുന്ന ചുമതലകളാണ്, പാർട്ടിയും ഗവൺമെൻറ്റും. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ചുമതല ഏറ്റെടുക്കാൻ 20-നാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. 21-ന് ഏറ്റെടുക്കാം. പാർട്ടി നിയോഗിച്ച ചുമതല ഏറ്റെടുക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശക്തമായി പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട്. പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നന്നായി ചെയ്യാൻ ശ്രമിക്കുമെന്നും സർക്കാരിന്റെ 3-ാം ഊഴം സമൂഹം തീർച്ചപ്പെടുത്തിയ കാര്യമാണെന്നും ഇതിനായി പ്രവർത്തിക്കുമെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോഡുകൾ എന്നതിനുമപ്പുറം സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന, വികസനം വളർത്തുന്ന, കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവിതരേഖകളെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പുതിയ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചേളന്നൂർ അണ്ടിക്കോട് പട്ടർപാലം റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവീകരിച്ച ചേളന്നൂർ അണ്ടിക്കോട് പട്ടർപാലം റോഡ് മന്ത്രി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. എലത്തൂർ നിയോജക മണ്ഡലത്തിലെ ചേളന്നൂർ, തലക്കുളത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ചേളന്നൂർ അണ്ടിക്കോട് പട്ടർപാലം റോഡ്. സർക്കാർ പൂർത്തീകരിച്ചത് സംസ്ഥാനത്തിന്റെ ജീവരേഖകളാകുന്ന ആധുനിക റോഡുകളാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെറും റോഡുകൾ മാത്രമല്ല, അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന, വികസനം വളർത്തുന്ന, കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളാണ്. അന്നശ്ശേരി പുനത്തിൽ താഴം പരിസരത്ത് നടന്ന പരിപാടിയിൽ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീള എന്നിവർ ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഇ ശശീന്ദ്രൻ, IP രാജേഷ്, ചെളന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി പുതിയോത്ത്, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ശിവദാസൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നത് പ്രധാന ലക്ഷ്യമായി മുന്നിലുണ്ടെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റായ ശേഷം ആദ്യമായി കോഴിക്കോട് DCC ഓഫീസിലെത്തിയതായിരുന്നു അദ്ദേഹം. KPCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി കോഴിക്കോട് DCC ഓഫീസിലെത്തിയ സണ്ണി ജോസഫിനെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ സ്വീകരിച്ചു. കണ്ണൂർ പോലെ തന്നെ തനിക്ക് ഏറ്റവും പരിചയമുള്ള നാടാണ് കോഴിക്കോടെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. ഒരുപാട് കാലം തന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു പഴയ DCC ഓഫീസ് കെട്ടിടം. എത്രയോ ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നും AC ഷൺമുഖദാസ്, P ശങ്കരൻ, MT പത്മ, സാദ്രിക്കോയ തുടങ്ങിയ വലിയ നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം അനുസ്മരിച്ചു. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായപ്പോഴും കോഴിക്കോടുമായി അടുത്ത ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത്. എല്ലാ വിധത്തിലും തന്നെ പിന്തുണച്ച നാടാണ് കോഴിക്കോടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും ഇവിടെ വന്നപ്പോഴും ഞാൻ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. KSU പ്രവർത്തകനായിരുന്ന, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സമയത്ത് അന്നും കോഴിക്കോട് DC ഓഫീസിൽ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാറുണ്ടായിരുന്നു. ആ ഓർമ്മകളാണ്. അന്ന് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന AC ഷൺമുഖദാസ്, MB മൊയ്തീൻ, പിന്നീട് നേതൃത്വം വഹിച്ച ശങ്കരൻ വക്കീല്, അതുപോലെ സുജനപാല്, MD പത്മ, ഇവരോടെല്ലാം ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വീരാൻകുട്ടി ഇന്ന് സുഖമില്ലാതിരിക്കുന്നു. ഇവരോടെല്ലാം ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ച നേതൃത്വത്തിന് യുവ നേതൃത്വം, കൂട്ടുനേതൃത്വം, അതാണ് കോഴിക്കോടിന്റെ സവിശേഷത. പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യങ്ങൾ, ആശംസകൾ, അഭിനന്ദനങ്ങൾ. നേതാക്കളായ KC അബു, N സുബ്രഹ്മണ്യൻ, T സിദ്ദിഖ് MLA, K ബാലനാരായണൻ തുടങ്ങിയവരും അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ജില്ലകളിലെ 10ാം ക്ലാസ്സിന് ശേഷമുള്ള സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. മതിയായ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കുകയും ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുകയും വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാർജിനൽ ഇൻക്രീസിങ്ങോ അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ സീറ്റുകളുടെ വർധനവോ മലബാർ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സീറ്റിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, മറിച്ച് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ്. 10ാം ക്ലാസ്സിന് ശേഷമുള്ള മലബാർ ജില്ലകളിലെ രൂക്ഷമായ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കണ്ണിൽ പൊടിയിടുന്ന പൊടിക്കൈകളല്ല വേണ്ടതെന്നും ശാശ്വതമായ പരിഹാര നടപടികളാണ് സർക്കാർ കൈക്കൊള്ളേണ്ടതെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ തന്നെ മാനദണ്ഡമാക്കിയ 50:1 എന്ന വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തെ അട്ടിമറിക്കുന്നതാണ് +1 ക്ലാസുകളിൽ 65 കുട്ടികളെ വരെ ഇരുത്തുന്നതെന്നും വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാനുള്ള അവസരം ലഭ്യമാവുക എന്നതുപോലെ പ്രധാനമാണ് നീതിയും ഗുണമേന്മയുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഹയർ സെക്കൻഡറി സീറ്റിലെ മലബാറിനോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം എന്ന തലക്കെട്ടിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശാശ്വതമായ പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചു. ഏകജാലക പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് സമർപ്പിച്ച കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിൽ വരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കേരള പ്രസിഡന്റ് നയീം ഗഫൂർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് സയ്യിദ് TK, വൈസ് പ്രസിഡന്റ് KM സാബിർ അഹ്സാൻ, പ്രസിഡന്റ് ആയിഷ മന്ന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാട്ടിന്റെ കൂട്ടുകാർ മ്യൂസിക് ഹംഗാമ നടത്തി. പഴയതും പുതിയതുമായ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടിയിൽ കൂട്ടായ്മ അംഗങ്ങൾ ഗാനങ്ങളുമായി വേദിയിലെത്തി. മാനുവൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. പാട്ടിന്റെ കൂട്ടുകാർ കോഴിക്കോട്ട് മ്യൂസിക് ഹംഗാമ ഒരുക്കി. ടൗൺഹാളിൽ നടന്ന പരിപാടി മാനുവൽ സൺസ് മലബാർ പാലസ് ഡയറക്ടർ മാനുവൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഹിഷാം ഹസൻ, സജിത് കുമാർ, അബ്ദുൾ സമീർ തുടങ്ങിയവർ സംസാരിച്ചു. പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും പാട്ടിന്റെ കൂട്ടുകാർ വേദിയിൽ അവതരിപ്പിച്ചു. PKK പ്രസിഡന്റ് അബ്ദുൾ സമദ്, സെക്രട്ടറി അൻസാർ, ട്രഷറർ ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതിർത്തി കടന്നെത്തി നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദത്തിന്റെ വേരറുക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് MK രാഘവൻ MP. ഇന്ത്യൻ സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ച് മാനാഞ്ചിറ സ്ക്വയറിൽ നടത്തിയ ദീപം തെളിയിക്കൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഭീകരവാദത്തിനെതിരെ സമാധാനത്തിനായി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്, MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മാനാഞ്ചിറ സ്ക്വയറിൽ ഇന്ത്യൻ മനുഷ്യ ഭൂപടം തീർത്ത് വെളിച്ചം പ്രകാശിപ്പിച്ചു. കോഴിക്കോട് മുതലക്കുളം മൈതാനത്തു നിന്നും ആരംഭിച്ച റാലി മാനാഞ്ചിറ സ്ക്വയറിൽ സമാപിച്ചു. മാനാഞ്ചിറ സ്ക്വയറിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും നടത്തി. ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് പ്രതിജ്ഞ ചൊല്ലി. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ശിഥിലമാക്കുന്ന വർഗീയ വിധ്വംസ ശക്തികൾക്കെതിരെ ഞാൻ എന്നും നിലകൊള്ളുന്നതായിരിക്കും. MK രാഘവൻ MP സന്ദേശം നൽകി. ചടങ്ങിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി. തീവ്രവാദികളെ മറയാക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചിട്ട് സ്വാതന്ത്ര്യ സമര കാലത്തോളം പഴക്കമുണ്ടെന്ന് MP പറഞ്ഞു. പഹൽഗാമിലും ഇതാണ് ആവർത്തിച്ചത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികർ ഓരോ ഭാരതീയന്റെയും അഭിമാനമാണെന്നും തീവ്രവാദത്തെ ചെറുക്കേണ്ടത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് അനിവാര്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമല്ല, വീണ്ടും പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും തുടർന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു അപകടവും പറ്റാത്ത രീതിയിൽ തിരിച്ചടിക്കാനുമുള്ള നേതൃത്വപരമായ പങ്ക് നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ആ ധീര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. പരിപാടിയിൽ MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, ഡോക്ടർ NK മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ കോംപ്രിഹെൻസീവ് ചെസ്റ്റ് പെയിൻ ട്രീറ്റ്മെന്റ് സെന്റർ പുരസ്കാരം ആസ്റ്റർ മിംസിന്. ഈ അക്രഡിറ്റേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രിയാണ് കോഴിക്കോട് ആസ്റ്റർ മിംസ് എന്ന് മിംസ് അധികൃതർ പറഞ്ഞു. ഇങ്ങനെ ഒരു അംഗീകാരം നൽകുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് അസസ് ചെയ്തുകൊണ്ടാണ്. ലോകത്തെല്ലായിടത്തും ഹൃദയ സംബന്ധമായ ചികിത്സകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും നൽകുന്ന സംഘടനയാണ് AHA. നൂതന രോഗനിർണയ മാർഗങ്ങൾ, ആധുനിക ചികിത്സാ രീതികൾ, സമഗ്രമായ പരിചരണം എന്നിവ ഉൾപ്പെടുത്തി ആശുപത്രിയിലെ ഓരോ ജീവനക്കാരുടെയും പ്രവർത്തനമടക്കം വിവിധ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് ആസ്റ്റർ മിംസിന് അംഗീകാരം നൽകിയത്.
ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണത്തോടെ ഏറ്റവും സങ്കീർണമായ കേസുകൾ പോലും ചികിത്സിക്കുന്നതിനുള്ള മികവിനെയാണ് ഈ അംഗീകാരം പ്രതിഫലിപ്പിക്കുന്നതെന്നും ഓരോ രോഗിക്കും സാധ്യമായ ഏറ്റവും മികച്ച ചികിത്സ കാലതാമസമില്ലാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ തെളിവാണ് ഈ പുരസ്കാരമെന്നും ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ പറഞ്ഞു. നൂതന സ്ട്രോക്ക് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ രോഗികളുടെ ആരോഗ്യം ക്രമേണ മെച്ചപ്പെടുത്തുകയും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന നിർണായക ഇടപെടലുകൾ നടത്തിയതിന് നേരത്തെ ആസ്റ്റർ മിംസിന് AHAയുടെ കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെന്റർ അംഗീകാരവും ലഭിച്ചിട്ടുണ്ടെന്നും മിംസ് CEO ലുക്കുമാൻ പൊന്മാടത്ത് പറഞ്ഞു. കൃത്യമായ സ്ട്രോക്ക് രോഗനിർണയവും വേഗത്തിലുള്ള മെഡിക്കൽ ഇടപെടലും പ്രാപ്തമാക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ബൈപ്ലെയിൻ കാത്ത് ലാബും കോഴിക്കോട് ആസ്റ്റർ മിംസിലാണുള്ളതെന്നും ഈ രണ്ട് വിഭാഗങ്ങളുടെ മികച്ച സേവനത്തിനുള്ള അംഗീകാരവും കൂടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ ആസ്റ്റർ മിംസ് CMS ഡോക്ടർ അബ്രഹാം മാമൻ, ഡോക്ടർ ബിജോയ് കെ, ഡോക്ടർ സുദീപ് കോശി, ഡോക്ടർ സന്ദീപ് മോഹനൻ, ഡോക്ടർ അൻവർ, ഡോക്ടർ യുംന പരീക്കുട്ടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KNM വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 5ാം ക്ലാസ്സിൽ 98.59%, 7ാം ക്ലാസ്സിൽ 98.53%, 10ാം ക്ലാസ്സിൽ 98.63% വിദ്യാർത്ഥികൾ വിജയിച്ചു. റീവാലുവേഷനുള്ള അപേക്ഷകൾ മെയ് 25-ന് മുൻപായി ഓൺലൈനായി സമർപ്പിക്കണമെന്നും പരീക്ഷാ ബോർഡ് അറിയിച്ചു. KNM വിദ്യാഭ്യാസ ബോർഡ് 2024-25 അധ്യയന വർഷത്തിൽ 5, 7, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഏപ്രിൽ മാസത്തിൽ നടത്തിയ പൊതുപരീക്ഷാ ഫലം KNM വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പ്രൊഫസർ അബ്ദുൾ സമദ് സുല്ലമി പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 98.59%, തമിഴ്നാട്ടിൽ നിന്ന് 98.53%, ആന്തമാനിൽ നിന്ന് 98.63% വിദ്യാർത്ഥികൾ വിജയിച്ചു. 5ാം ക്ലാസ്സിൽ 11%, 7ാം ക്ലാസ്സിൽ 20%, 10ാം ക്ലാസ്സിൽ 42% വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. റീവാലുവേഷനുള്ള അപേക്ഷകൾ മെയ് 25-ന് മുമ്പായി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. സെയിം പരീക്ഷാ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഗൾഫ് റീജിയണിലെ പൊതുപരീക്ഷ മെയ് 17 മുതൽ ആരംഭിക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരെ സജ്ജരാക്കിയ അധ്യാപകരെയും മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികളെയും വിദ്യാഭ്യാസ ബോർഡ് അഭിനന്ദിച്ചു. ഫലപ്രഖ്യാപന ചടങ്ങിൽ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ PP അബ്ദുൽ ഹക്ക്, സെക്രട്ടറി അബ്ദുൽ അസീസ് സുലമി, പരീക്ഷാ ബോർഡ് ചെയർമാൻ അബൂബക്കർ നന്മണ്ട, കൺട്രോളർ ഹംസ പുല്ലങ്കോട്, ബോർഡ് മെമ്പർ അബ്ദുൽ കയ്യൂം പാലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. യുവജനതാദൾ കോഴിക്കോട് സൗത്തിന് പുതിയ സാരഥികളായി. പ്രസിഡന്റായി അജിത്ത് സിയാറിനെയും സെക്രട്ടറിയായി സുഗീഷ് കെയെയും തെരഞ്ഞെടുത്തു. നിയോജക മണ്ഡലം കൺവെൻഷൻ മാങ്കാവിൽ നടന്നു. യുവജനതാദൾ എസ് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കൺവെൻഷൻ മാങ്കാവിൽ വെച്ച് നടന്നു. യുവജനതാദൾ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് SV ഹരിദേവ് ഉദ്ഘാടനം ചെയ്തു. അസീസ് മണലൊടി, AP അബൂബക്കർ, PT ആസാദ്, ബീരാൻകുട്ടി K, ഫായിസ് കാന്തപുരം, സവിത സതീഷ്, ഡേവിഡ്, സുഗീഷ് K, അഷ്റഫ് കിണാശ്ശേരി, മേത്തൽ രമേശ്, അജിത്ത് CR തുടങ്ങിയവർ സംസാരിച്ചു. യുവജനതാദൾ എസ് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി അജിത്ത് CR, ജനറൽ സെക്രട്ടറിയായി സുഗീഷ് K തുടങ്ങിയവർ ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
തപസ്യ കലാ സാഹിത്യവേദി ഡോക്ടർ MGS നാരായണൻ അനുസ്മരണം നടത്തി. അളകാപുരിയിൽ നടന്ന പരിപാടിയിൽ ചരിത്ര പഠന ഗവേഷണ രംഗത്ത് MGS നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെക്കുറിച്ച് പ്രമുഖർ അനുസ്മരിച്ചു. തപസ്യ കലാ സാഹിത്യവേദി ഡോക്ടർ MGS നാരായണൻ അനുസ്മരണം നടത്തി. ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ, ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ P. നാരായണൻ, എഴുത്തുകാരൻ UK കുമാരൻ, വാർത്തികം പത്രാധിപരും എഴുത്തുകാരനുമായ പ്രൊഫസർ KP ശശിധരൻ, തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, എഴുത്തുകാരൻ M. ശ്രീഹർഷൻ, തപസ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അളകാപുരിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാടിന്റെ സ്വച്ഛതയിലും കടലിന്റെ ആഴപ്പരപ്പിലും കഴിയുന്ന അപൂർവ പക്ഷികളുടെ പ്രദർശനവുമായി ചിറകടികൾ. പ്രദർശനത്തിന്റെ 3ാം എഡിഷനാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പക്ഷി നിരീക്ഷകരുടെയും പക്ഷി ഫോട്ടോഗ്രാഫർമാരുടെയും കൂട്ടായ്മയായ കോഴിക്കോട് ബേർഡേഴ്സ് ആണ് ചിറകടികൾ 3ാം എഡിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയിലെ ഫസൽ കൊടുവള്ളി, സിജോ മറ്റത്തിൽ, വിനീത അനീഷ്, MC അനീഷ്, നിജിൻ മോഹൻ, ജിജു വിനോദ്, ഡോക്ടർ V. വിനോദ് കുമാർ, അജിത് എലത്തൂർ, N. യദു പ്രസാദ്, PM മുജീബ്, മുഹമ്മദ് ഹിറാഷ്, നെസ്രു തിരൂർ എന്നിവരെടുത്ത 45 പക്ഷികളുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം സോഷ്യൽ ഫോറസ്ട്രി ഉത്തരമേഖല കൺസർവേറ്റർ R. കീർത്തി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ കോർഡിനേറ്റർ മുഹമ്മദ് ഹിറാഷ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RL രതീഷ്, അസിസ്റ്റന്റ് കൺസർവേറ്റർ ഇംതിയാസ്, ഡോക്ടർ വിനോദ്, നസ്രു തിരൂർ, ജിജു വിനോദ്, MC അനീഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രദർശനം 18-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊറോണറി ആർട്ട്, ഹൃദയവാൽവ് രോഗം എന്നിവയ്ക്ക് പരിഹാരമായി റോബോട്ടിക് കാർഡിയാക് ശസ്ത്രക്രിയയുമായി ചെന്നൈ അപ്പോളോ ആശുപത്രി. ശസ്ത്രക്രിയയുടെ ഗുണങ്ങളും സവിശേഷതകളും ഉപകരണങ്ങളുടെ പ്രവർത്തന രീതികളും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. നെഞ്ചു തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് പകരം നെഞ്ചിന്റെ വശങ്ങളിലായി ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി വിരലിന്റെ വലിപ്പം മാത്രമുള്ള റോബോട്ടിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് രോഗികൾക്ക് മടങ്ങാൻ സാധിക്കുമെന്ന് ഡോക്ടർ MM യൂസഫ്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. വേദന ഉണ്ടാകില്ലെന്നതും വളരെ കുറച്ച് രക്തം മാത്രമേ നഷ്ടമാകൂ എന്നതും റോബോട്ടിക് കാർഡിയാക് ശസ്ത്രക്രിയയുടെ മെച്ചമാണെന്നും അപ്പോളോ ആശുപത്രി അധികൃതർ പറഞ്ഞു. മലബാർ ഭാഗത്തു നിന്നും ഒട്ടേറെ പേർ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ എത്തുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ MLA A. പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. റോഡുകൾ എന്നതിനുമപ്പുറം ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവിതരേഖകളെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പുതിയ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നത് പ്രധാന ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മലബാർ ജില്ലകളിലെ സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.